കണ്ണൂർ തയ്യലിൽ 1.5 വയസ്സുകാരനെ കടലിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അമ്മ ശരണ്യ കുറ്റക്കാരിയെന്ന് കോടതി. കേസിൽ ശരണ്യയുടെ ആൺസുഹൃത്തായ 2ാം പ്രതി നിധിനെ കോടതി തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു. കേസിൽ ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കാൻ കഴിയാതിരുന്ന പ്രോസിക്യൂഷനെയും അന്വേഷണ ഉദ്യോഗസ്ഥരെയും കോടതി രൂക്ഷമായി വിമർശിച്ചു. ഈ മാസം 21-ന് കോടതി കേസിൽ ശിക്ഷ വിധിക്കും. 47 സാക്ഷികളും 81 രേഖകളും പരിശോധിച്ച കോടതി വിശദമായ വാദം കേട്ടതിന് ശേഷമാണ് വിധി പറഞ്ഞത്. വിയാന്റെ അമ്മയും കേസിലെ 1ാം പ്രതിയുമായ ശരണ്യ കുറ്റക്കാരിയെന്ന് കോടതി കണ്ടെത്തി. 2ാം പ്രതിയും ശരണ്യയുടെ കാമുകനുമായ നിധിനെ കേസിൽ വെറുതെ വിട്ടു. ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കാൻ സാധിക്കാതിരുന്നത് പ്രോസിക്യൂഷനെയും അന്വേഷണ ഉദ്യോഗസ്ഥരെയും തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി രൂക്ഷമായി തന്നെ വിമർശിച്ചു. ശരിയായ അന്വേഷണത്തിന് പകരം സദാചാര പോലീസിംഗാണ് കേസിന്റെ ഭാഗമായി നടന്നതെന്നും കോടതി വ്യക്തമാക്കി. അതേസമയം പ്രതിക്ക് പരമാവധി ശിക്ഷ തന്നെ ആവശ്യപ്പെടുമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. 302, 120B, 109 ഒഫൻസുള്ള കേസായിരുന്നു. അതിൽ 120Bയും 109ഉം പ്രോസിക്യൂഷന് തെളിയിക്കാൻ പറ്റിയില്ല. 302ലാണ് ഫൗണ്ട് ഗിൽറ്റി കണ്ടെത്തിയത്. A1-ന് ശരണ്യ, A2-ന് കോടതി വെറുതെ വിട്ടിട്ടാണുള്ളത്. അതിപ്പം കോടതിയുടെ ജഡ്ജ്മെന്റ് കിട്ടി പരിശോധിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഏതൊക്കെ ഗ്രൗണ്ടിലാണ് A2-നെ വിട്ടത് എന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ശിക്ഷ മറ്റന്നാളെ പ്രഖ്യാപിക്കുള്ളൂ. A2-നെതിരെ ഫൗണ്ട് ഗിൽറ്റി ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തി. അതായത് ഇത് പൂർണ്ണമായിട്ട് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ഉള്ള കേസാണ്. സാഹചര്യ തെളിവ് മാത്രമേ, ഒരു ഐ വിറ്റ്നസ് ഇല്ലാത്ത കേസാണ്. അപ്പോൾ ഇത്തരം കേസുകൾ പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രോസിക്യൂഷനെ സംബന്ധിച്ചും വളരെ ദുർഘടമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമുണ്ട്. അത് പൂർണ്ണമായിട്ടും ഏത് കേസ് എടുത്തു കഴിഞ്ഞാലും അതിൽ ചെറിയ ലൂപ്പ് ഹോൾസ് എല്ലാ കേസിനകത്തും ഉണ്ടാവും. അത് മാത്രമേ ഈ കേസിനകത്ത് സംഭവിച്ചുള്ളൂ. അതിപ്പം ജഡ്ജ്മെന്റ് കിട്ടി പരിശോധിച്ചതിന് ശേഷം അത് പ്രോസിക്യൂഷൻ അതിലൂടെ നടപടി സ്വീകരിക്കും. പരമാവധി ശിക്ഷ കൊടുക്കണമെന്ന് ആവശ്യപ്പെടും. നിരപാധികം വിട്ടയച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചനയോ അല്ലെങ്കിൽ പ്രേരണാക്കുറ്റമോ തെളിയിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ 1ാം പ്രതിയായിട്ട് ഒരു വെറും കാമുകൻ എന്നുള്ള രീതിയിൽ മാത്രമാണ് കണ്ടെത്തിയതെന്നും മറ്റു രീതിയിലുള്ള ക്രിമിനൽ ഗൂഢാലോചന, ഒരു കുട്ടിയെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള യാതൊരു ക്രിമിനൽ ഗൂഢാലോചനയും പോലീസിന് കണ്ടെത്താനായില്ല എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. കൃത്യം നടന്ന ദിവസം വസ്ത്രത്തിൽ കടലിലെ ഉപ്പുവെള്ളം പറ്റിയതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് ശരണ്യയ്ക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഇതാണ് കേസിലെ നിർണായക തെളിവായത്. 2020 ഫെബ്രുവരി 17-ന് പുലർച്ചെയായിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. തന്റെ ആൺസുഹൃത്തായ നിധിനൊപ്പം ജീവിക്കുന്നതിന് തടസ്സമായ 1.5 വയസ്സുകാരൻ മകനെ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശരണ്യ ഈ ക്രൂരകൃത്യം ചെയ്തത്. ജനം, കണ്ണൂർ.